ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനി, അഭിമന്യ ഡോക്ടർ മത്യൂസ് മാർ സേവേറിയോസ് തിരുമേനി, ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ ജോർജി എബ്രഹാം, ആദരണീയനായ ഡോക്ടർ KC മാമൻ, ഗുരുശ്രേഷ്ഠനായ പ്രൊഫസർ ഡോക്ടർ ജോസഫ് വർഗീസ്, എൻ്റെ സഹപ്രവർത്തകനും സോഫിയ സെന്ററിന്റെ ഡയറക്ടറുമായ ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമാരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, ഗുരുജനങ്ങളെ, ഡോക്ടേഴ്സ്, മറ്റ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സമാരാധ്യരെ, ഓർത്തഡോക്സ് വൈദിക സെമിനാരിക്ക് അതിൻ്റെ സമീപകാല ശില്പികളിൽ എല്ലാം കൊണ്ടും എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ നാമം വളരെ ശ്രേഷ്ഠമായി സെമിനാരി എന്നും കാത്തു സൂക്ഷിക്കുന്നു. ആ പിതാവ് ചരിത്രത്തിന് അപ്പുറത്തേക്ക് നീങ്ങിയിട്ട് ഇത് 17ാം വർഷം ആണ്. ആ പിതാവ് ഓർത്തഡോക്സ് സഭയ്ക്ക്, സമൂഹത്തിന്, മാനവരാശിക്ക് മുഴുവനും നൽകിയതായ സംഭാവനകൾ എടുത്ത് പറയുവാനായിട്ടാണെങ്കിൽ അനേകമുണ്ട്. അതിന് ഞാൻ ഒരുങ്ങുന്നില്ല. അദ്ദേഹത്തിന്റെ ദർശനത്തോടുകൂടിയുള്ള നടപടികളിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് 1974 സോഫിയ സെന്റർ സ്ഥാപിച്ചിട്ട് ഇത് 40ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ സോഫിയ സെന്ററിന്റെ പ്രധാനപ്പെട്ട കോൺഫറൻസ് ഹാള് ഒന്ന് നവീകരിച്ച് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസിനെ ഓർമ്മിച്ച് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ദർശനവും ചിന്തയും വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ടൊരു അവസരം ഉണ്ടാക്കുക എന്നുള്ളതിനു വേണ്ടിയാണ് ഇന്ന് ഈ സമ്മേളനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ ലെക്ചേഴ്സ് എന്ന ഒരു പരമ്പര ഓരോ മാസവും ഓരോ പ്രധാനപ്പെട്ട പ്രഭാഷണം ക്രമീകരിച്ചുകൊണ്ട് കുറെ മാസങ്ങളിലേക്ക് ഇവിടെ സജ്ജീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, കാലം മാറുന്നതിനനുസരിച്ച് ചിന്താഗതികൾക്കും മാറ്റമുണ്ട്. ആ ചിന്താഗതികളുമായിട്ട് നമ്മുടെ വിശ്വാസത്തെ ബന്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു വലിയ വെല്ലുവിളി നമുക്കെല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഭാഗമായി ഈ സമ്മേളനത്തിലെ ചർച്ചകൾ പ്രയോജനപ്പെടും എന്നുള്ളതായ പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ കാര്യം പരിശുദ്ധ കത്തോലിക്ക ബാബ തിരുമേനിയോട് അറിയിച്ചപ്പോൾ വളരെയധികം സന്തോഷത്തോടും വാത്സല്യത്തോടും കൂടി ഈ കാര്യത്തിന് തിരുമേനി വരാമെന്നും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിക്കാമെന്നും സമ്മതിച്ചു. കൃത്യസമയത്ത് തന്നെ പരിശുദ്ധ പിതാവ് ഇവിടെ എത്തി. ഈ സെമിനാരിയുടെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായ പരിശുദ്ധ പിതാവിന് സെമിനാരിയിൽ നടക്കുന്ന ഓരോ കാര്യവും പ്രത്യേകിച്ച് വ്യക്തിപരമായി താല്പര്യമുള്ളതാണ്. കൂടാതെ ഈ സമൂഹത്തിന്റെ മുഴുവൻ ചുമതലക്കാരനും ആത്മീയ പിതാവുമായിട്ട് ഞങ്ങളെ പരിശുദ്ധ പിതാവ് നയിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ആദരവോടുകൂടി പരിശുദ്ധ പിതാവിനെ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിൽ
നമ്മോട് ഒപ്പം സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വൈദിക സെമിനാരി സീനിയർ ഫാക്കൽറ്റി അംഗവും സഭയുടെ സിനഡിന്റെ സെക്രട്ടറിയും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ മെത്രാപ്പോലീത്തായുമായ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമേനി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിനുവേണ്ടി സമയം കണ്ടെത്തി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. തിരുമേനി ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഒരു വാത്സല്യ ശിഷ്യനാണ്. തിരുമേനിയുടെ ആ ഗുരുവിനോടുള്ള സ്നേഹവും ആദരവും പ്രത്യേകമായിട്ട് ഈ സാന്നിധ്യത്തിൽ നാം മനസ്സിലാക്കുന്നു. തിരുമേനിയെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാഷണം നിർവഹിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത് ഡോക്ടർ ജോർജി എബ്രഹാം. അദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ബിരുദങ്ങൾ നിരവധിയാണ്. MD, MRCP, FRCP മുതലായവ. ഇപ്പോൾ പോണ്ടിച്ചേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ മെഡിസിൻ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കുകയും മദ്രാസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആയിട്ട് തന്റെ സേവനം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തെ നമ്മുടെ സമൂഹം പ്രത്യേകിച്ച് അനുസ്മരിക്കുന്നത് മനുഷ്യജീവന് പ്രയോജനകരമായ രീതിയിൽ ചില ദൈവിക നിയോഗങ്ങളിലേക്ക് അദ്ദേഹം ആളുകളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു എന്നുള്ളതുകൊണ്ടും അതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതുകൊണ്ടുമാണ്. തമിഴ്നാട് കിഡ്നി റിസർച്ച് ഫൗണ്ടേഷന്റെയും കേരള കിഡ്നി റിസർച്ച് ഫൗണ്ടേഷന്റെയും ഫൗണ്ടിംഗ് ട്രസ്റ്റി ആയിട്ടും അതിന്റെ പ്രധാന നേതൃത്വം വഹിക്കുന്നയാളായിട്ടും ഡോക്ടർ എല്ലായിടത്തും അറിയപ്പെടുന്നു. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയുടെയും തിരുപ്പതി ശ്രീ വെങ്കടേശ്വര യൂണിവേഴ്സിറ്റിയുടെയും ചെന്നൈ MGR യൂണിവേഴ്സിറ്റിയുടെയും ഒക്കെ ഓണററി പ്രൊഫസർഷിപ്പ് അദ്ദേഹത്തിന് നൽകി അവരൊക്കെയും അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു. ആലപ്പുഴ TD മെഡിക്കൽ കോളേജിൽ നിന്ന് വൈദ്യശാസ്ത്ര രംഗത്തുള്ളതായ പഠനം ആരംഭിച്ച് ആ മേഖലയിൽ എത്താവുന്നതിന്റെ പരമാവധി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സബരിയിൽ അദ്ദേഹത്തിന് നേടുവാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം UK, കുവൈറ്റ്, ടൊറോണ്ടോ മുതലായ ഇടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. വൈദ്യശാസ്ത്ര മേഖലയിലെ ബൗദ്ധിക ഗവേഷണ സബരിയുടെ അമരക്കാരനായിട്ട് അദ്ദേഹം അനേകം റിസർച്ച് ജേർണൽസിന്റെ ചുമതല വഹിക്കുന്നു. എടുത്തു പറയുവാനായിട്ട് ഇന്ത്യൻ ജേർണൽ ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നുള്ളതിന്റെയും സൗത്ത് ഏഷ്യൻ ജേർണൽ ഓഫ് നെഫ്രോളജി എന്നുള്ളതിന്റെയും ചീഫ് എഡിറ്ററാണ് അദ്ദേഹം. അതുപോലെ തന്നെ അനേകം നൂറുകണക്കിന് ഗവേഷണ പ്രബന്ധങ്ങളും അബ്സ്ട്രാക്റ്റുകളും അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ അനേകം പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് മെഡൽ ഇൻ നെഫ്രോളജി, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ബെസ്റ്റ് ഡോക്ടർ അവാർഡ്, ഇങ്ങനെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് നമ്മുടെ ക്ഷണപ്രകാരം ഒത്തിരി ത്യാഗം സഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ഈ സമൂഹത്തോടും സ്വന്തം ആളുകളോടുമുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക സ്നേഹവും പ്രതിബദ്ധതയും കൊണ്ടാണ്. ഹൗ ക്യാൻ ദ ചർച്ച് എൻഗേജ് ദ കമ്മ്യൂണിറ്റി ഇൻ സേവിംഗ് ലൈഫ് എന്നുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എല്ലാം സമാഹരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇന്ന് നിർവഹിക്കുവാനായിട്ട് സദയം എത്തിയിരിക്കുന്നു. ജീവരക്ഷയ്ക്കായുള്ള ദൈവിക നിയോഗങ്ങൾ എന്ന് നമുക്കതിനെ മലയാളത്തിൽ വേണമെങ്കിൽ എന്ന് പരിഭാഷപ്പെടുത്താം. അതിനോടനുബന്ധിച്ചുള്ള മതാത്മകതവും വേദശാസ്ത്രപരവുമായ ചില വിഷയങ്ങൾ, ധാർമ്മികവുമായ ചില വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുവാൻ ഒരുങ്ങിയാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. വളരെ ആദരപൂർവ്വം ഡോക്ടർ ജോർജി എബ്രഹാമിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ KC മാമൻ നമുക്ക് പരിചയപ്പെടുത്തുവാൻ കൂടുതലൊന്നും പറയേണ്ടയാളല്ല. അദ്ദേഹത്തെ നമ്മുടെ സമൂഹത്തിന് വളരെ പരിചയമുണ്ട്. കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിന്റെ
ഫൗണ്ടിംഗ് ഡയറക്ടർ എന്നുള്ളതായ ആ ഒരു സ്ഥാനം മുതൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു പീഡിയാട്രീഷ്യൻ എന്നുള്ള നിലയിലും അങ്ങനെ അനേകം മേഖലകളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സംഭാവനയും ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറാണ് പരിശുദ്ധ അഭിമന്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇപ്പോൾ പ്രസിദ്ധീകൃതമായിരിക്കുന്ന അവസാനത്തെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന പുസ്തകം ഏറ്റുവാങ്ങുന്നത് ബഹുമാനപ്പെട്ട ഡോക്ടർ KC മാമനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ശിഷ്യൻ എന്ന് പറയുന്നതിൽ ഏറ്റവും അഭിമാനിക്കുന്ന ഡോക്ടർ ജോസഫ് വർഗീസ് സാറ് ഇതിന്റെ ഈ സമ്മേളനത്തിന്റെ സോഫിയ സെന്ററിന്റെ സമീപകാല പ്രവർത്തനങ്ങളിൽ, അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഒത്തിരി പങ്കാളിയായിരിക്കുന്ന നേതൃത്വം നൽകുന്നയാളാണ്. അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനിയെ കുറിച്ചുള്ള ഒരു അനുസ്മരണം ചുരുങ്ങിയ വാക്കുകളിൽ ഡോക്ടർ ജോസഫ് വർഗീസ് സാറ് നിർവഹിക്കാമെന്ന് സദയം സമ്മതിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സാറിനെ സ്വാഗതം ചെയ്യുന്നു. എന്റെ സഹപ്രവർത്തകനായ MP ജോർജ് അച്ഛൻ ഇതിന്റെ ആധുനിക കാലത്തെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നു. ഈ സോഫിയ സെന്ററിന്റെ ഹാള് ഒന്ന് AC ചെയ്ത് അതിന് മീഡിയ അസിസ്റ്റഡ് ആയിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതിന് പ്രകാരം അമേരിക്കയിലെ ഡിഗൻ ഗ്രിഗറി ഇവിടെ പഠിച്ചിട്ട് പോയ ശമാശനാണ്. അദ്ദേഹം വ്യക്തിപരമായിട്ട് അതിന് സംഭാവന നൽകി. അങ്ങനെയൊക്കെ കൊണ്ടാണ് ഇത് ഒന്ന് എയർ കണ്ടീഷൻഡ് ആക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ 3 പേരുടെ പേര് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ജോസഫ് വർഗീസ് സാറ്, 2 MP ജോർജ് അച്ഛൻ, 3 ഇതിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രാം സെക്രട്ടറി വർഗീസ് ജോസഫ് അച്ഛൻ. ഇവരുടെയൊക്കെയും കൂട്ടായ പരിശ്രമം കൊണ്ട് സോഫിയ സെന്റർ 40-ാം വയസ്സിലും കുറച്ചുകൂടി ഒന്ന് യുവത്വത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ഒരാഗ്രഹത്തിലാണ്. ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ എല്ലാവരെയും പേരെടുത്ത് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തിയോളജിക്കൽ കോളേജുകളുടെ പ്രിൻസിപ്പൽമാര്, മുൻ പ്രിൻസിപ്പൽമാര്, ആഗോള പ്രശസ്തമായ പഠന കേന്ദ്രങ്ങളുടെ ഡയറക്ടർമാര്, വലിയ ഗവേഷണ രംഗത്ത് തങ്ങളുടെ കഴിവ് തെളിയിച്ചവരായ ശാസ്ത്രജ്ഞന്മാര്, ബിസിനസ് പ്രമുഖന്മാര്, പത്രപ്രവർത്തകര്, അധ്യാപക ശ്രേഷ്ഠര്, അതുപോലെ നെഫ്രോളജി മേഖലയിൽ വളരെയധികം തങ്ങളുടെ വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള ഡോക്ടർമാര്, ഇങ്ങനെയുള്ള ഒത്തിരി ആളുകൾ, വൈദിക വിദ്യാർത്ഥികള്, ശമാശന്മാര്, ഇങ്ങനെയുള്ള ഒരു വലിയ പ്രബുദ്ധമായ സമൂഹം ഇവിടെ ഉണ്ട്. നിങ്ങളെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുമ്പോൾ അവരുടെയും പ്രാധാന്യം കുറച്ചു കളയുകയല്ല. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യവും അവരുടെ പങ്കാളിത്തവും വളരെ സ്നേഹത്തോടെ ആദരവോടെ വിലമതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. ഈ ഒരു പ്രഭാഷണ പരമ്പര ഇനിയുമുള്ള ഏതാനും മാസങ്ങളിൽ ഉണ്ടാവും. അതിലേക്കെല്ലാം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഡോക്ടർ പൗലോസ് ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നതോസിന്റെ സെക്രട്ടറി അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ തിരുമേനി, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുവാൻ തക്കവണ്ണം ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ഡോക്ടർ ജോർജി എബ്രഹാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഡോക്ടർ KC മാമൻ, വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് അച്ഛൻ, ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, സ്നേഹിതരെ, ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തിന് പുതിയ പുതിയ ചിന്തകൾ, ദർശനങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം അത് മുഖാന്തരമായി തീരുന്നതാണ്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 4 വർഷത്തെ പഠന പരിശീലന ക്ലാസ്സുകളില്
പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ. അദ്ദേഹം അന്ന് വൈദികനായിരുന്നു. ആ കാലഘട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ ഒന്നും തന്നെ വിട്ടുകളയാനില്ലാത്ത വിധത്തിലുള്ളൊരു വ്യക്തിത്വം എല്ലാ വിദ്യാർത്ഥികളുടെയും മനസ്സിൽ മുദ്രണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ സാന്നിധ്യം സഹായിച്ചു. അദ്ദേഹം ലോകത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോടും മറ്റു വിധത്തിലുള്ള അദ്ദേഹത്തിന്റെ കാര്യങ്ങളില് ഞങ്ങളൊക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ഈ വൈദിക സെമിനാരി അദ്ദേഹം ഇത്ര ഗൗരവമുള്ള ഒരു സ്ഥാപനമായിട്ട് കണ്ടിട്ട് അദ്ദേഹം പറയുന്നത് പൂർണ്ണമായി ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള കഴിവ് പോലും വിദ്യാർത്ഥികൾക്കുണ്ടോ എന്ന് സംശയിക്കത്തക്കവണ്ണമുള്ള ഒരു പിതാവിൽ നിന്ന് കേൾക്കുവാനും പഠിക്കുവാനും അവസരം ലഭിച്ചു. അദ്ദേഹം പഠിപ്പിച്ചത് മുഴുവനും ഞങ്ങൾ ഗ്രഹിച്ചുവോ എന്ന് അവകാശപ്പെടാനില്ലെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ എന്നും നമോഭാഗം അർപ്പിക്കാനും മാത്രമേ മനസ്സ് അനുവദിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ അദ്ദേഹം വിദേശ യാത്രകളിൽ ചെന്ന് ഇടപെടുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചുള്ള ചെറു വിവരണങ്ങളും ഒക്കെ ഞങ്ങൾ വിലപ്പെട്ട മുത്തുകളായി അന്ന് അത് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ അത് മനസ്സിൽ കാത്തു സൂക്ഷിക്കുമായിരുന്നു. ഇത്ര വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വം ക്ലാസ് എടുക്കുമ്പോൾ ലളിതമായി, പ്രത്യേകിച്ച് വ്യത്യസ്ത ഭാഷകളൊക്കെ അദ്ദേഹത്തിന് അറിയാമെങ്കിലും ഞങ്ങൾക്ക് മനസ്സിലാകാവുന്ന ഭാഷകളിലൂടെ ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ആ വലിയ വ്യക്തിത്വം പലപ്പോഴും ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളും ആ തിരുമേനിയെ കുറിച്ച് അത്ഭുതപ്പെട്ടിട്ടുള്ള സമൂഹത്തിന്റെ വക്താക്കളാണെന്നാണ് എൻ്റെ വിചാരം. തിരുമേനിക്ക് ലോകത്തിലുള്ള സകല വിഷയങ്ങളെ കുറിച്ചും ആധികാരികമായി സംസാരിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. ഒരു പുരോഹിത സ്ഥാനിയിൽ നിന്ന് പ്രൗഢഗംഭീരമായ ആധികാരികമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ തലങ്ങളിൽ സേവനം ചെയ്യുന്നവരെ അത്ഭുതം കൂറിയിട്ടുണ്ട് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. വെല്ലൂർ മെഡിക്കൽ കോളേജിലെ കോളേജിൽ വെച്ച് അവിടെയുള്ള ഡോക്ടേഴ്സിനെ അദ്ദേഹം എടുത്ത ഒരു ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലഭിച്ച ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവിടെയുള്ള ഡോക്ടേഴ്സൊക്കെ അത്ഭുതപ്പെടുകയാണ്. മെഡിക്കൽ സയൻസിൽ ഇത്രയും ആധികാരികമായിട്ട് ഒരു പുരോഹിതൻ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളത് അവർക്ക് വളരെ അവർ സ്തബ്ധരായി എന്നാണ് അന്നത്തെ ഞങ്ങളുടെ ഫീഡ്ബാക്ക്. തിരുവനന്തപുരത്തെ ISROയിൽ അല്പസമയം ചെന്ന് അവിടെയുള്ള ലോകപ്രസിദ്ധരായ എഞ്ചിനീയേഴ്സിനോട് ISROയെ കുറിച്ച് സംസാരിക്കുകയും അവിടെയുള്ള പല കാര്യങ്ങളും ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ മേലാതെ അവർ വിഷമിക്കുന്നു എന്ന വാർത്തയും ഞങ്ങളെ അത് ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. അതും ഒരു പുരോഹിത സ്ഥാനിയിൽ നിന്നാണ്. ISROയിലെ സ്പേസിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളെ കുറിച്ച് തിരുമേനി ആധികാരികമായിട്ട് സംസാരിക്കുകയാണ്. മെഡിക്കൽ സയൻസിൽ ആധികാരികമായിട്ട് സംസാരിക്കുകയാണ്. അന്താരാഷ്ട്ര വിവിധ കലഹങ്ങളിലെ തിരുമേനി അതിന്റെ പരിഹാരം കാണത്തക്കവണ്ണമുള്ള വ്യക്തിയായി തീരുകയാണ്. അപ്പോൾ തിരുമേനി ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമാണ് പ്രാവീണ്യമുള്ള വ്യക്തി എന്ന് ഒരിക്കലും പറയാനാകില്ല. ദൈവം നൽകിയ ആ പ്രത്യേക ഒരു താലന്ത് കൊണ്ട് അദ്ദേഹത്തെ അളന്നു നോക്കുവാൻ നമുക്കാർക്കും അന്നും കഴിഞ്ഞിട്ടില്ല, ഇന്നിപ്പോൾ കഴിയും എന്നുള്ള വിചാരമൊന്നുമില്ല. അങ്ങനെയാണ് തിരുമേനിയുടെ രീതി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും തിരുമേനിയുടെ ജീവിതത്തെക്കുറിച്ച്, ദർശനത്തെക്കുറിച്ച് അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെ അത് നമുക്കൊരു വലിയ ഒരു നേട്ടവും അതുപോലെ തന്നെ അഭിമാനവും ഒക്കെ ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഇങ്ങനെ ഒരു ലെക്ചർ സീരീസ് സംഘടിപ്പിക്കുവാൻ ശ്രമിച്ച അത് വൈദിക സെമിനാരിൽ മാത്രമാണോ പുറമേ നിന്നാണോ എന്ന് എനിക്ക് കൃത്യമായി പറയാൻ അറിയില്ലെങ്കിലും ഇത് മനോഹരമായിരിക്കുന്നു എന്ന് മാത്രം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉദ്ഘാടന കർമ്മം എന്ന നിലയിൽ സംസാരിച്ച് വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കുന്നതും അത് ഒരു അതിര് കടന്ന പ്രവൃത്തിയായിരിക്കുമെന്നാണ് എൻ്റെ വിചാരം. ആ പിതാവിനെ നമുക്ക് ഓർക്കാം. ആ പിതാവിന്റെ ദർശനങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മാനവികത തിരുമേനിക്ക് ഒരു വലിയ ഒരു പ്രചോദനമായിരുന്നു.
അതുപോലെ തന്നെ വേദശാസ്ത്രമായിരുന്നാലും മാനവികതയാണെങ്കിലും ഒക്കെ തിരുമേനി അതിനെ ഏറെ പുതിയ പുതിയ നിർവചനങ്ങൾ കൊടുത്ത് നിർഭയം അതേക്കുറിച്ച് സംസാരിക്കുവാനും ആധികാരികമായി അതേക്കുറിച്ച് അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ശക്തിയുക്തം ആരെയും ഭയപ്പെടാതെ സ്ഥാപിച്ചെടുക്കുവാനും ഉള്ള കഴിവുകളുണ്ട്. അത്രയും വലിയ മഹത്വമുള്ള പ്രതിഭാശാലി, സകല അറിയപ്പെടുന്ന എല്ലാ മേഖലകളിലും ആധികാരികമായി സംസാരിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യം, ഇതൊക്കെ നമ്മൾ ദൂരെ നിന്ന് കാണുകയും കുറെയൊക്കെ നേരിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നവരെന്ന് എനിക്കറിയാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ലെക്ചർ സീരീസ് ഇന്ന് ഇവിടെ ഡോക്ടർ ജോർജി എബ്രഹാം അദ്ദേഹം ഇവിടെ വന്ന് നമുക്ക് അത് ആരംഭിക്കുന്നു എന്നുള്ളതിനും ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇത് തുടർന്ന് പോകാൻ നമുക്ക് ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഔപചാരികമായി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ജോർജ് എബ്രഹാം, PMG Lecture ഡോക്ടർ KC വാമൻ, രമ്യ വൈദികരെ, സുഹൃത്തുക്കളെ, it's a matter of great joy for me and an honor that I have been asked to speak a few words about Paulus Mark Gregorius of blessed memory. There are 1,000 things which Tirumeni taught us. There are thousands of things which he thought and wrote. I selected 3 simple statements which struck me as a student, as a layman, to present before you. I also want to read 3 small statements from Tirumeni's writings, 1 from the Bible and 2 from Tirumeni's writings. Probably it would all take 5-6 minutes in all. The first 3 statements, Tirumeni told us very clearly that redemption in Jesus Christ is a cosmic one. Man is an integral part of creation and cannot be understood or saved in isolation from the rest of the creation. It is sheer pettiness to think that this is exclusive to any particular religion, community, or society. There's something which I really enjoyed when he spoke about this. The second is the way in which we use the word nature. We always speak about nature as if something, the nature is outside you. And Tirumeni was a very strong critic of this. He was averse to the use of the word nature as the non-human part of creation. He made it clear that this idea of nature being the non-human part of creation is totally alien to authentic Christian understanding and tradition. And the third thing, I'm sure some of you have heard one of the first books of Tirumeni, Freedom and Authority. Towards the end of the chapters, he makes a very beautiful statement. Humanity rests on 3 great pillars, namely wisdom, power, and love. Wisdom is your ability to discern what is good and what is evil. Power is what runs the society. And Tirumeni made it very clear that there has to be a very fine equilibrium involving these 3. And if you exercise your wisdom and your power without love, that creates a disequilibrium which is capable of destroying humanity. So let me state these 3 things, remembering the great father. Now let me read out 3 more statements. One is from 1 Corinthians chapter 13, verses 4 to 7, of which Tirumeni wrote a small comment. So I want to read the verses and the comment. First the verses. Love suffers long, love melts with mercy. This is more or less an independent translation, not probably the King James version at all. Surrender translation. Love never goes with jealousy, neither can love boast about itself. It does not spout empty words or behave unbecomingly. It does not seek its own, nor goes into paroxysms of rage.
does not calculate to do evil, does not rejoice in injustice done to others. Love joins in the joy of the just and the true. Love is tough and can endure all things. Love trusts all and hopes for all. Love disciplines itself. That's from the Bible. Now what Triveni wrote about it, a small comment which I enjoyed very much, very much. Paulus Margarius asked, what is this love? It is not a soft, smooth, sophisticated, sticky sentimentality. It is tough and willing to suffer. It is full of compassion and anxious always to serve the lonely and the lost, the poor and the oppressed, to take on their suffering on oneself, to weep with the suffering and to rejoice with the rejoicing. It is honest and open, anxious, not to hurt except to heal, never calculating to do evil to others, unable to boast of its own superiority or to seek pride of place, privilege and power. I was fascinated by this statement. Now friends, the last statement. Triveni wrote a very serious paper on an Eastern Orthodox perspective of nature, man and God. This has appeared as chapters in several books. I request you read it sometime. There's a beautiful passage, a big paragraph, or life in the community of the Spirit, participation in the living tradition of Christ. This is basically about the Eucharistic act. I read this mostly for the younger community, but the others might have read this. Maybe you should listen to this. It's a beautiful passage. The best which I read Triveni's writings. Shall I read it? Quote starts. The community of the church has its own understanding, language and action, which always transcends the rational. No final conceptual apprehension of reality is available to the community or any of its participants. The best mode of apprehension and the expression is the Eucharistic act. All dualities are transcended in this act of union between the Creator and the creation through participation in Jesus Christ the Incarnate. Time and space are also transcended in this act, where eternity breaks into time and transforms it, where union is achieved with all saints in space and time, where matter is the bearer of spirit, the bread of life, where God, man and the creation are united in one act of mutual self-giving, where the creation is offered up to God in self-offering, and where God himself offers himself to the creation through the body and the blood, where the world is consecrated to bear witness to the glory of God, where the subject-object dichotomy is overcome in the act, where the offering, the offerer, and the one to whom the offering is made are united in love, where reason and the language of reason merge into the act of love, where memory and hope bring the past and the future together into a single moment of present eternity. This is beautiful. It's more than beautiful. Try to read it, think over it, ponder over it. Let me stop. Let us thank God Almighty for our spiritual father, Metropolitan Paulus Margarius of blessed memory, and bow our heads in love and respect when we remember this great son of our church and of our nation. Thank you. ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ജോസഫ് വർഗീസ് സാറാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മാർ ഗ്രിഗോറിയോസ് ഫൗണ്ടേഷൻ. ഇതിന്റെ വിതരണം സോഫിയ ബുക്സും അതിന്റെ സെക്രട്ടറി ശ്രീ ജോയ്സ് തോട്ടക്കാരനാണ് നിർവഹിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നു.
ഈ ചടങ്ങുകൾ നിർവഹിച്ച പരിശുദ്ധ ബാബ തിരുമേനിയോടും ഡോക്ടർ കെ സി മാമനോടുമുള്ള ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു.